പ്രിയമുള്ളവരെ, കരുണയുടെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവകരുണയുടെ തിരുനാളാണ്. ഈസ്റ്ററിന് ശേഷം എന്ത് സമ്മാനമാണ് നമുക്ക് ലഭിക്കേണ്ടത്? കരുണയുടെ തിരുനാളല്ലാതെ. ഈ കരുണയുടെ തിരുനാളിൽ നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ കരുണയെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാനും ആ കരുണ ആഘോഷിക്കുവാനുമായിട്ടാണ് നമ്മളെ വിളിക്കുക. വിയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായർ ആഗോള കത്തോലിക്കാ സഭ ദൈവകരുണയുടെ തിരുനാളായി ആചരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആവശ്യപ്പെടുകയുണ്ടായി. ആ കരുണയുടെ തിരുനാളായി പ്രഖ്യാപിച്ചു. സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് പോളണ്ടിൽ സന്യാസമഠത്തിലായിരിക്കുമ്പോൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനുള്ള പ്രേരണ ലഭിച്ചു. ദർശനങ്ങളിലൂടെ ഞാൻ കരുണയുള്ള കർത്താവാണെന്ന് യേശു വെളിപ്പെടുത്തി കൊടുത്തു. യേശുവിൻ്റെ പാർശ്വത്തിൻ്റെ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. പടയാളികൾ കുന്തമന കൊണ്ടാണെങ്കിലും അത് ദൈവകരുണയുടെ നീർപ്രവാഹമായി മാറ്റിയതായി ഫൗസ്റ്റീന വെളിപ്പെടുത്തുന്നു. രക്തവർണവും മങ്ങിയ വെള്ളയും നിറങ്ങളുള്ള കിരണങ്ങൾ യേശുവിൻ്റെ തിരുവിലാവിന് പ്രവഹിക്കുന്നത് ഫൗസ്റ്റീന കണ്ടു. ദർശനത്തിൽ ഈശോ കാട്ടിക്കൊടുത്ത ഈശോയുടെ ചിത്രം വരയ്ക്കുവാനും ഉയർപ്പ് ഞായർ കഴിഞ്ഞ വരുന്ന ഞായർ കരുണയുടെ ഞായർ എന്ന തിരുനാളായി ആചരിക്കുവാനും യേശു ആഹ്വാനം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു ദർശനത്തിൽ കരുണയുടെ പ്രാർത്ഥന ചൊല്ലുവാൻ ഈശോ ആവശ്യപ്പെട്ടു. ഈ കരുണയുടെ തിരുനാളിൽ നമ്മൾ പ്രത്യേകമായി 9 ദിവസത്തെ നൊവേനയാണ് നടത്തുക. ഈശോയുടെ രൂപവും ദൈവകരുണയുടെ തിരുനാളും കർണക്കൊന്തയും അങ്ങനെ ആരംഭിച്ചുകൊണ്ട് ആഘോഷമായിട്ട് ഈ തിരുനാൾ കൊണ്ടാടുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കരുണയുടെ ഒരടയാളമായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാനൊരു സ്വരം കേട്ടു, തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 പാദപീഠങ്ങൾ ഞാൻ കണ്ടു. പാദപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ. അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോട് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവൻ്റെ ശിരസ് മൂടപ്പെട്ട വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാലം പോലെ, പാദങ്ങൾ ചൂളയിലുരുക്കിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെ പോലെയും. അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുതല വാൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി. ഞാൻ അവൻ്റെ കാൽക്കൽ വീണു. കരുണയുള്ള കർത്താവിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ, വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കണം. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അനുതാപവും ഉണ്ടാവുകയും വിറയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ കടാക്ഷിക്കുമെന്ന് കർത്താവ് വചനത്തോടെ അരുളി ചെയ്യും. ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകണം. വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ കടാക്ഷിക്കും. ഈ കരുണയുടെ തിരുനാളിൽ നമ്മെ ഓർമ്മിപ്പിക്കുക, ഭയപ്പെട്ടുപോയ ശിഷ്യന്മാർ. യേശുവിൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതി മാളത്തിലൊളിച്ചവർ. കതക് തട്ടിത്തുറന്ന് അകത്ത് കയറിയ കർത്താവ്, ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. ഭയം വല്ലാത്തൊരവസ്ഥയാണ്. ഭയപ്പെട്ട ഒരു മനുഷ്യന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ശിഷ്യന്മാരുടെ അവസ്ഥ അതുതന്നെയാണ്. യഹൂദരെക്കുറിച്ചുള്ള ഭയം നിമിത്തം അവർ മുറിയിൽ കയറി കതകടച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യേ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അരുളി ചെയ്തുകൊണ്ട് തൻ്റെ പാദങ്ങളും കൈകളും വിലാപം വരെ കാണിച്ചു കൊടുത്തു. അവർ കണ്ട് വിശ്വസിച്ചു. തോമാശ്ലീഹ അപ്പോഴില്ലായിരുന്നു.
അവൻ പറഞ്ഞത് വിശ്വസിച്ചില്ല, കണ്ടേ വിശ്വസിക്കുമെന്ന് ശാഠ്യം പിടിച്ചു. അവൻ്റെ വിശ്വാസത്തെപ്പോലും നഷ്ടപ്പെടാതിരിക്കാൻ അവനു വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി 12 പേര് മരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടു. തോമസ്, ഇങ്ങ് വരിക, എൻ്റെ കരങ്ങൾ കാണുക, എൻ്റെ വിലാവിൽ കൈയിട്ട് കൊള്ളുക എന്ന് തോമസിനോട് പറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ ദൈവകരുണയുടെ മുമ്പിൽ അവൻ സാഷ്ടാംഗ പ്രണാമിച്ചു. നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ അസ്വസ്ഥതകൾ, നമ്മുടെ നിരാശകൾ എല്ലാം മാറ്റുവാൻ കാരുണ്യവാനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മെ സമർപ്പിക്കാം. അവിടുത്തെ കരുണ ലഭിക്കുവാൻ തോമസിനെ പോലെ നമുക്കും വിളിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കണമേ. നിൻ്റെ കൃപാവരത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. നിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹം ഞങ്ങളുടെ മേലൊഴുക്കി ഞങ്ങളെ വീണ്ടെടുക്കുന്നതിന്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്ത അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലൊഴുക്കിയത്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. എല്ലാവർക്കും ഈ തിരുനാൾ ഒരു അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.